കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി മലപ്പുറം ജില്ല മാറി. ജില്ലയിലെ 16 മണ്ഡലങ്ങളും തൂത്തുവാരിയ UDF കേവലം വിജയത്തിനപ്പുറം സമാനതകളില്ലാത്ത റെക്കോർഡുകളാണ് ഇത്തവണ ബാലറ്റിലൂടെ കുറിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ നേടിയ 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ജില്ലയിലുടനീളം ആഞ്ഞടിച്ച തരംഗത്തിൽ 7 മണ്ഡലങ്ങളിൽ വിജയികളുടെ ഭൂരിപക്ഷം 1,00,000 കടന്നു എന്നത് UDFന്റെ ആധിപത്യം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം സ്വന്തമാക്കിയത് നിലമ്പൂരിലെ ആര്യാടൻ ഷൌക്കത്താണ്. 54,851 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. ജില്ലയിൽ UDFന് LDFനേക്കാൾ ആകെ 7,08,171 വോട്ടുകൾ അധികം ലഭിച്ചു എന്നതും മറ്റൊരു ചരിത്ര റെക്കോർഡായി. 1987 ശേഷം ആദ്യമായാണ് ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി V അബ്ദുറഹ്മാന് തിരൂരിൽ UDF പടയോട്ടത്തിന് മുന്നിൽ അടിപതറി. 2 പതിറ്റാണ്ടായി CPIM സ്വന്തം ചിഹ്നത്തിൽ വിജയിച്ചിരുന്ന പൊന്നാനി കോൺഗ്രസ് തിരിച്ചുപിടിച്ചപ്പോൾ തവനൂരിൽ ഹാട്രിക് വിജയത്തിനായി ഇറങ്ങിയ മുൻ മന്ത്രി KT ജലീലിനെ DCC അധ്യക്ഷൻ VS ജോയ് പരാജയപ്പെടുത്തി. താനൂരിന് പുറമെ തവനൂർ, വേങ്ങര, മങ്കട മണ്ഡലങ്ങളിൽ CPIM നടത്തിയ സ്വതന്ത്ര പരീക്ഷണങ്ങളെല്ലാം വോട്ടർമാർ തള്ളി. മങ്കടയിൽ മുൻ ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദിനെ 40,000-ലേറെ വോട്ടുകൾക്കാണ് മഞ്ഞളാംകുഴി അലി പരാജയപ്പെടുത്തിയത്. മുതിർന്ന നേതാക്കളുടെ വൻനിരയാണ് ഇത്തവണയും മലപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി 9ാം തവണയും സഭയിലെത്തുമ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലി എന്നിവർ 6ാം തവണയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞ മലപ്പുറം നൽകിയ ഈ വൻ ജനവിധി കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.